നമുക്കൊന്നൊരു ജേർണൽ ചെയ്താലോ? അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മുടെ ജേർണൽ പേർപ്പിൾ ജേർണലിൻ്റെ ബുക്കാണ്. അത് പക്ഷേ എല്ലാ കളർ ജേർണൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് നല്ല ഭംഗിയുള്ള പേർപ്പിൾ ജേർണലാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്ലൂ ജേർണലാണ്. ആൻഡ് തേർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെഡ് ജേർണൽ പോലത്തെ ജേർണലായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ BTSനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മൈ ഫേവറേറ്റ് ഇസ് BTS. ആൻഡ് നമ്മളെ സ്കൂൾ ഡ്രസ് പിന്നെ ഞാൻ റെയിൻബോ ജേർണൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു 5 ഹാർട്ട് ഇങ്ങനെ ഒരു ബേണി ടൈപ്പ് ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു പുതിയ ജേർണലായിട്ടാണ് വന്നേക്കുന്നത്. ഈ ജേർണൽ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിന് ഇങ്ങനത്തെ ഒരു ഡ്രോയിങ്ങിന് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു സ്ക്വയർ ടൈപ്പിൽ ഡ്രോ ചെയ്ത് കൊടുക്കാം നമ്മുടെ ജേർണലിൽ. അപ്പം ഞാനൊരു ക്ലൗഡൊക്കെ വരച്ചിട്ടുണ്ട്. ഞാൻ ഇനി ബാക്കിയുള്ള ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഒന്ന് നടുവിലൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജേർണൽസ് ഒന്ന് പറയണം, നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പിന്നെ റബ്ബ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഇതിൻ്റെ ഒപ്പം കിട്ടിയ ജേർണലാണ് സ്റ്റിക്കറാണ്. അതിൽ എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടായത് കഴിഞ്ഞു. തൽക്കാലം എടുക്കുന്നത് ഈ ഒരു ലൈറ്റായിട്ട് ചെറിയൊരു മൂണായിട്ട് കാണാൻ പറ്റില്ല, ഒരു ചെറിയൊരു വൈറ്റ് ആയിട്ടുള്ളൊരു മൂണുണ്ട്. അതാണ് ഞാൻ ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ കവായ സ്റ്റിക്കേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെഴുതാം, നിങ്ങൾക്ക് പേരെഴുതാം. ഞാൻ എഴുതാൻ പോണത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ നെയിമാണ്. ഞാൻ നോക്കുമ്പോൾ ടോപ്പ് കമൻറ്ററാണ് അവൾ, പക്ഷെ അങ്ങനെ ടോപ്പ് കമൻറ്ററല്ല, എന്നാലും അവളെല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്നാൽ അവളുടെ പേരിനെ ആദ്യം എഴുതാം. പക്ഷെ ആ പേര് നമ്മൾ വേറെ ഇതിൽ എഴുതിയിട്ട് ഇതിൽ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഇഷ്ടമുള്ള സ്ഥലം വെച്ചാൽ കൊറിയയാണ്. കൊറിയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊറിയൻ എന്നാണ് എഴുതിയുള്ളത്. കാരണം കൊറിയയിൽ തന്നെ അവിടെ എൻ്റെ ഫേവറേറ്റ് ആയ ആൾക്കാരുണ്ട്. ലൈക്ക് ജിമിൻ, ജങ്കുക്ക്, അവരൊക്കെ എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്. എൻ്റെ മാത്രമല്ല എനിക്ക് അവരുടെ സോങ്സ് ഇല്ലേ ബട്ടർ, അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ അതൊക്കെ കേൾക്കാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജങ്കുവിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഈ ഒരു ടൈപ്പ് ഇതാണ് ഈ ഒരു മഴ പെയ്യുന്ന പോലത്തെ ഒരു ടൈപ്പ് ഇവിടെ ഒട്ടിച്ചെടുത്തപ്പോൾ ലൈക്ക് ഇവിടെ മഴ വരുന്ന അങ്ങനെ ഞാനൊരു കളേഴ്സ് കൊടുക്കും കേട്ടോ. നമ്മൾ ഇവിടെ മഴ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫേവറേറ്റ് ആൾക്കാരുടെ പേര് എഴുതാൻ പോവുകയാണ് ഇവിടെ. അപ്പം നമുക്ക് നമ്മൾ ഫേവറേറ്റ് ആൾക്കാരുടെ പേരൊക്കെ എഴുതിയാലോ? എൻ്റെ ഫേവറേറ്റ് ഇവരൊക്കെയാണ്. ഇവരാണ് എൻ്റെ ഫേവറേറ്റ് ആൾക്കാർ. ആൻഡ് ലെറ്റ് us start here. ഒരു ക്ലൗഡി ഷേപ്പിലൂടെ ഞാൻ കൊടുക്കും. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ BTS എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ, നമുക്ക് ഇനി ഒരു പ്ലെയിൻ കൊടുത്തിട്ട് അവിടെ അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കാദ്യം ക്ലൗഡ് വരക്കാം. BTS ഞാൻ ലാസ്റ്റ് എഴുതും. ഓക്കെ, അപ്പോൾ ഇത് BTS എഴുതാം. ഇതാണ് നമ്മളെ ഇപ്പോൾ നമുക്ക് ഇനി ഇതിവിടെ ലൈക്ക് ഒരു എയറോപ്ലെയിൻ അല്ലേ, ഇവിടെ ഒരു പ്ലെയിൻ പോണ പോലെ. പ്ലെയിനൊന്നും അങ്ങനെ ആവില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്ലെയിൻ പോണ പോലെ ഷോ നോക്കാം. ഇതാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പോലെ എത്തിച്ച് കൊടുക്കുന്നതാണ് ഇത്. ഇതാണ് നമ്മൾ വരച്ചുള്ളത്. ഞങ്ങൾക്ക് ഇതിന് കളറൊക്കെ എടുത്തിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഈ ഒരു കളേഴ്സ് എടുക്കാം. ഇതൊരു
വാട്ടർ കളർ പെന്നാണ്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അധികം യൂസ് ചെയ്തിട്ടില്ല, ഇത് യൂസ് ചെയ്ത് നോക്കാം. എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ. I'm so excited to open and do this color. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്ലൂ കളർ റെയിനും കൊടുക്കാം. ഓക്കെ, നമുക്ക് ബ്ലൂ കളർ റെയിനും കൊടുക്കാം. പിന്നെ നമ്മളെ BTSനെ നമ്മൾ പർപ്പിൾ തന്നെയല്ലേ, അതിന് തന്നെ ഞാൻ പർപ്പിൾ ആരാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒപ്പം ഒരു ബ്ലൂ റെയിൻ എടുക്കാൻ തട്ടത്. ഫ്രം ഹിയർ ടു വാട്ടറാണ് ഇങ്ങനെ വരാം. അത് ഗൈസ് നമുക്ക് പർപ്പിൾ എടുത്തിട്ട് BTS എഴുതാം. ഗൈസ് നമുക്ക് ഇനി BTS എഴുതാം. ഗൈസ് നമുക്കിനി BTS എഴുതാം. നമ്മൾ BTS എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ജോണിൻ്റെ പകുതി മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജോണ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് പിങ്ക് കളറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്കവിടെ കൊടുക്കാം. ഇതാ ഇവിടെ ഒരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇതുപോലെ ഗൈസ് വാട്ടർ കളർ പോലെ തന്നെ ആവുന്നത്. ഓക്കെ, വെള്ളം അതിൽ നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നോക്കി ഗൈസ്, നല്ല രസമല്ലേ? നമുക്ക് ഇതിൻ്റെ നമ്മൾ ഇനിയും കുറേ പരിപാടി ഉണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യണം. നമ്മൾ ഇത് മാറ്റി പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പം ഞാൻ ഈ സാധനമാണ് എടുക്കുന്നത്. ഈ സാധനം എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു ലൈറ്റ് നല്ല രസമല്ലേ? ഈ ഒരു ലൈറ്റ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതെവിടെ ഒട്ടിക്കാന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. ഇത് നമ്മൾ കട്ട് ചെയ്യും, എന്നിട്ട് തൊട്ടിക്കും. ഇതാ ഗൈസ്, നമുക്ക് ഇനിയത് ഈ ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടൊരു സ്ക്വയർ ടൈപ്പിലാക്കി കൊടുത്തു കേട്ടോ. ഇതൊക്കെ നോക്കേ, ഗൈസ് നമ്മൾ ജേണൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ജേണൽ ഫൈനൽ ലുക്ക്. ഇത് നമ്മൾ ഈ ജേണൽ ബുക്ക് വേണമെങ്കിൽ മീഷോയിൽ, ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മതി. പേർപ്പിൾ ജേണൽ അല്ലെങ്കിൽ ബ്രൗൺ ജേണൽ അങ്ങനെ അടിച്ചൊക്കെ കിട്ടും ഈ ജേണൽ ബുക്ക്. അതിൻ്റെ ഒപ്പം വലിയ സെറ്റ് സ്റ്റിക്കേഴ്സും ഒക്കെ കിട്ടുന്നില്ല, അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു സാധനം കൊണ്ട് ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണം. ബൈ.